ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ തിളക്കത്തിലാണ് നടൻ വിജയരാഘവനും അദ്ദേഹത്തിന്റെ കുടുംബവും നമ്മളോടൊപ്പം ഇപ്പം ചേരുകയാണ്. കുട്ടേട്ട, ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ഈ നിമിഷത്തിൽ എന്താണ് ചേട്ടാ? സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ ഈ ചിത്രത്തിലേക്ക് കഥാപാത്രത്തിന് അവാർഡ് പ്രതീക്ഷിച്ചു തീർച്ചയായിട്ടും ഇല്ല, ഞാൻ ഒരിക്കലും ആരും വിശ്വസിക്കില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ച കഥാപാത്രം അഭിനയിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പറഞ്ഞ ഞാൻ അനുഭവിക്കുന്ന സുഖമുണ്ട്. ഇപ്പം ലീല എന്ന് പറഞ്ഞ പടത്തിനകത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു. പക്ഷെ ആ പടം വേണ്ട വിധം ഓടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നിരാശ തോന്നിയത് ആ പടം എന്ന് പറഞ്ഞാൽ തന്നെ ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അത് കിട്ടിയപ്പോൾ അതുപോലെ സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല ഡിസേർവിങ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിതിന് അർഹനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇതിപ്പോൾ നമ്മൾ പറയില്ല, അത് പ്രേക്ഷകൻ നമ്മളൊരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും. അത് ചില സീനൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഓക്കെ നമുക്ക് തന്നെ തോന്നും. അപ്പോൾ ഓക്കെ എന്ന് ഡയറക്ടർ പറയുന്ന പോലെ തന്നെ നമുക്ക് ഓക്കെ തോന്നും. ചിലപ്പോൾ നമുക്ക് അത്ര ഓക്കെ അല്ലായിരിക്കും, പക്ഷെ ഡയറക്ടർ ഓക്കെ എന്ന് പറയും, നമ്മൾ ഓക്കെ. അങ്ങനെയുണ്ട്. പക്ഷെ ഈ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഒരു സുഖം നമുക്ക് തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യും. കഥാപാത്രത്തിന് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുപ്പ്. പിന്നെ ഒരുപാട് ഞാൻ വേറെ ഒരു പടം 2 പടം വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഒരു 1.5 മാസത്തോളം വെയിറ്റ് കുറച്ചു. ഞാൻ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചു, വെയിറ്റ് നല്ലോണം കുറച്ചു. ഇവിടെയൊക്കെ ഒന്ന് ക്ഷീണിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഷേവ് ചെയ്തു, തലമുടി മുഴുവൻ ഷേവ് ചെയ്ത് വന്നു. അങ്ങനെ പിന്നെ മൂക്കിലെ രോമം വളർത്തി. ആ ഒരു പെൺകുട്ടി എൻ്റെ മൂക്കിലെ രോമം പറിക്കുന്നുണ്ട്. അപ്പം ശരിക്കും എൻ്റെ മൂക്കിലെ നരച്ച രോമം പുറത്തോട്ടിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ. പക്ഷെ അതൊക്കെ സുഖമാണ്, അല്ലാതെ അതിൻ്റെ കഷ്ടപ്പാടായ അല്ലത്. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് സുഖം എന്ന് പറയില്ലേ, അതൊക്കെ എനിക്ക് ആ നിമിഷങ്ങളാണ്. മേക്കപ്പ് ചെയ്യാതിരിക്കുന്നത്, അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്ത് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത്. അതൊക്കെ ആ സുഖങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു ആളാണ്. ഈ അവാർഡ് നേട്ടം ഒരു വൈകിയ വേളയിലായി എന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലും അങ്ങനെ എങ്ങനെ ആവുന്നത്? ഞാൻ വന്ന അവിടെ നിൽക്കുന്ന അവാർഡ് തരാൻ പറ്റുമോ? ഞാൻ 10-35 വർഷം മുമ്പ് ചേറാടിക്കര ക്യാരക്ടർ ചെയ്തു. അപ്പം വലിയ കിട്ടി. ഇപ്പം അവാർഡ് കിട്ടിയതൊക്കെ ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. അന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 1-2 പ്രാവശ്യം കിട്ടാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രതീക്ഷ ഇല്ലാതാകും. പിന്നെ അതല്ല നമ്മളെ പിന്നത്തെ എല്ലാം പ്രേക്ഷകൻ എന്നുള്ളത് തന്നെയായിരിക്കും. പിന്നെ ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ നിസ്സാര കാര്യമല്ലല്ലോ. ഇത്രയും 140 കോടി ജനങ്ങളിലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാകുക എന്ന് പറയുന്ന ഒരു കാര്യമല്ല. മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തിന് ഇതൊരു പ്രചോദനമാണ്. ഇതുകൊണ്ട് ഞാൻ നാളെ കഥകളൊന്നുമില്ല. അതെങ്ങനെയാ പറ്റുന്നത്? ഇന്നലത്തെ ഞാൻ തന്നെ ആയിരിക്കുന്നു. എനിക്ക് ഞാൻ പറയും, ഇന്നലെ ഇല്ല, എനിക്ക് നാളെ ഇല്ല, എനിക്ക് ഇന്നാണ്, ഈ നിമിഷമാണ്. കുടുംബം കൂടെ ചേരുകയാണ്. ചേച്ചി, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഇതുപോലൊരു കഥാപാത്രം, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത തയ്യാറെടുപ്പുകൾ, അതൊക്കെ അതിനൊക്കെ ഒരു ഫലം കണ്ടതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഉണ്ട്. എങ്ങനെയാണ് ചേട്ടൻ ഈ അവാർഡിന് ശേഷം ചേട്ടന്റെ കാര്യങ്ങൾ? അതിനുശേഷം പുതിയൊരാളാവുമോ? അല്ല, അവരെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയേ. ആ കാലം മുഴുവൻ ഞാൻ മൊട്ടയടിച്ച് മീശയെ വിടം വരെ ആക്കി എന്നെ കണ്ടാൽ ആൾക്കാർ പോലും ഇറങ്ങിയ ഇവിടെ ചില എന്ത് തീരാതായില്ലേ എന്ന് അല്ല, അവിടെ കുറച്ച് പല അസുഖം എന്തോ മൊട്ടയടിച്ച് നടക്കുന്നതൊക്കെ. ഇപ്പൊ ഈ താടി കുറച്ച് ദിവസമായി പറയുന്നത്, ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടായി പഠിക്കുന്നത് ചോദിക്കാൻ. നമുക്ക് താടി ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് പറയുന്നത്. അതൊക്കെ ചേച്ചി എന്താണ് പറയാ? സന്തോഷമാണ്. ഹലോ സംസാരിക്കൂ. ഹായ്. എന്തായാലും ആ കുടുംബം ഒന്നാകെ സന്തോഷത്തിലാണ്. അഭിനന്ദന പ്രവാഹം തന്നെ അദ്ദേഹത്തെ തേടിയെത്തുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള സിനിമാ ജീവിതവും ഇതുപോലെ തന്നെ ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, കോട്ടയം.